ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഇത് വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒന്നിനുമായിട്ട് എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ദിവസം അത് 3 ദിവസത്തെ ഒരു വളരെ ചുരുങ്ങിയ ടൈമിലാണ്. പക്ഷേ പ്രത്യേകിച്ച് എനിക്കും പിന്നെ ബാക്കിയുള്ളവർക്കും വന്നിട്ടുള്ള വ്യത്യാസം ഇറ്റ്സ് ഹ്യൂജ്. അതായത് നമുക്ക് വളരെ പിന്നോട്ട് മാറി നിന്ന വ്യക്തികളും വളരെ 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 വ്യത്യാസമായിട്ടും അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ടും അതിന് ആക്ച്വലി അതാണ് അതൊരു ട്രെയിനർ വന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഫീലേ അല്ല. നമ്മളെ കൂട്ടത്തിൽ വന്ന് നമ്മളടുത്ത് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലൊരു വേറൊരു വ്യക്തിത്വത്തിനെ പുറത്തെടുക്കാൻ ഭയങ്കരമായിട്ട് പറ്റി. അത് ആക്ടിങ് എന്ന രീതിയിലാണെങ്കിലും എല്ലാവരുമായിട്ടുള്ള ബന്ധപ്പെടലാണെങ്കിലും ആ ഒരു ഇൻഹിബിഷൻസ് കുറെ മാറി കിട്ടുന്നുണ്ട്. ഇപ്പൊ നീരജേട്ടൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വേറെ സത്യം മനസ്സിലായത്. സിനിമ വെറും അഭിനയം മാത്രമല്ല, അഭിനയം അല്ലെങ്കിൽ സിനിമയല്ല, നാടകമായാലും ഇപ്പൊ പഠിക്കുന്ന ആക്ടിങ് ഇൻ ജനറൽ വെറും എക്സ്പ്രഷൻ മാത്രമല്ല, നമ്മളൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പഠിക്കണം, നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. തമ്പ് തിയേറ്റർ അക്കാഡമി ഫോർ മീഡിയ ആൻഡ് പെർഫോമൻസിൻ്റെ 2024 ഒരു വളരെ പ്രധാനപ്പെട്ട ഈവൻ്റാണ് യുവതയുടെ നാടകക്കളരി എന്നുള്ള അർത്ഥത്തിൽ പ്രതിമാസം നമ്മൾ ഒരു നാടകക്കളരി ആരംഭിക്കുന്നു. അഭിനയത്തെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണെന്നും ഒപ്പം യുവാക്കളെ നാടകവേദിയായിട്ട് അടുപ്പിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ രാജേഷ് ചന്ദ്രൻ്റെ തമ്പ് നേതൃത്വം കൊടുക്കുന്ന ഈ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഒരു നാടക ക്യാമ്പ് നടത്തുക, ആളുകൾ പോവുക, പിന്നീട് കുറേ കാലം ഒന്നും നടക്കാതിരിക്കുക, പല മേഖലകളിലേക്ക് ആളുകൾ പോവുക, അതാണ് സാധാരണ നമ്മൾ കാണുന്നത്. പക്ഷേ രാജേഷിൻ്റെ തമ്പ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് എല്ലാ മാസവും നാടക കളരികൾ ക്യാമ്പുകൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം തിയേറ്ററിൽ നടന്മാരാണ് ഉണ്ടാകേണ്ടത്, തിയേറ്റർ പുറകെ ഉണ്ടാകും. അപ്പോൾ നടന്മാരെ ഉണ്ടാക്കാനുള്ള ഈ ശ്രമത്തിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന തമ്പ് എന്ന നാടക സംഘത്തിൻ്റെ കൂടാരത്തിലാണ്. തമ്പ് എന്ന നാടക സംഘം പ്രവർത്തിച്ചു വരുന്ന തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന പ്രദേശത്തുള്ള വിന്നേഴ്സ് നഗറിലാണ്. നാടകം എന്ന കലാരൂപത്തെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മ കൂടിയാണ് തമ്പ്. തമ്പ് എന്ന ഈ ഒരു നാടക സംഘത്തിൻ്റെ ഡയറക്ടർ ശ്രീ രാജേഷ് ചന്ദ്രനാണ്. അദ്ദേഹം ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകൻ കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു പഠനകാലത്ത് കലാലയങ്ങളിൽ നാടകം എന്ന് പറയുന്നതിന് ഒരു വലിയ മൂല്യമുണ്ടായിരുന്നു. കവിതയും നാടകവുമായിട്ട് അടുത്തിരിക്കുക, കവികളും നാടകക്കാരും ഒത്തുചേർന്നിട്ടുള്ള ചില സംഘാടനങ്ങൾ, ക്യാമ്പസ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു ശക്തമായ സങ്കല്പം, ഇതെല്ലാം പോയിട്ട് ക്യാമ്പസുകളിൽ നിന്നും ഈ നാടകകല അകന്നു പോകുന്നു. അത് വലിയ ദുരന്തമാണ് എന്നുള്ളതാണ് സത്യം. കാരണം ഇതൊരു എൻസംബിൾ ആർട്ടായിട്ട്, ഒരു പെർഫോമിംഗ് ആർട്ടായിട്ടും മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ ബോധ്യം ഉണ്ടാക്കാൻ നാടക അരങ്ങുകൾക്കും നാടക പ്രസ്ഥാനത്തിനും സാധിക്കും. തമ്പ എന്ന ഈ ഒരു നാടക സംഘത്തിൽ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ തവണയാണ്. ഞാൻ ആദ്യത്തെ തവണ എത്തുമ്പോൾ ഇവിടുത്തെ കുറച്ച് കൊച്ചു കൂട്ടുകാർ അരിക്കുഞ്ഞൻ എന്നൊരു നാടകം പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള റിഹേഴ്സലിലായിരുന്നു. അവർ അന്ന് അവർ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നത് മാനവീയം ഫെസ്റ്റിവലിന് വേണ്ടി പെർഫോം ചെയ്യാനായിരുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇവിടെ നടന്നു വരുന്ന ഒരു അഭിനയ പരിശീലന ക്ലാസ്സിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കാരണം നമ്മൾ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളെ ആക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുക, ഡയലോഗ്സിനെക്കാൾ കൂടുതൽ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു റിയലിസ്റ്റിക് ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ അത് അനായാസേന വരും. അതാണ് എൻ്റെ തിയറി.
നാടകം എന്ന് പറയുന്നൊരു തെറാപ്യൂട്ടിക് സാധ്യതയുള്ളതാണ്. യുവാക്കളുടെ കളക്റ്റീവായിട്ടുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ തന്നെ അവർ ലഹരിയിൽ നിന്നും മറ്റ് ഒറ്റപ്പെടലുകളിൽ നിന്നും മാറി കളക്റ്റീവായിട്ട് പെർഫോം ചെയ്യുകയും ആ പെർഫോമൻസിലൂടെ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അവരുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുകയും വായിക്കാൻ പ്രേരിപ്പിക്കപ്പെടും, സൊസൈറ്റിയെ നോക്കിക്കാണാൻ ഇടവരും. പൊളിറ്റിക്കലാണ് തിയേറ്റർ, അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ധാരണയുണ്ടാകും. അപ്പം നമുക്ക് മനസ്സിലാവും അരാഷ്ട്രീയത വളരെ നമ്മളെ യുവാക്കളുടെ ഇടയിലുണ്ട്. ഗവൺമെൻറ്റിനെ കുറിച്ചൊരു ബോധ്യമില്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് താല്പര്യമില്ല. എവിടെയോ ചില കൂട്ടങ്ങളിൽ നിന്നിട്ട് പിന്നെ ഏതെങ്കിലും അന്യരാജ്യത്തേക്ക് പറന്നു പോകാൻ ഉള്ള വെറും പക്ഷിക്കൂട്ടങ്ങൾ പോലെ ആയിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നാടകക്കാർ. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നടന്നു വരുന്ന അഭിനയ പരിശീലന ക്യാമ്പിന്റെ ഡയറക്ടർ ശ്രീ രാജേഷ് ചന്ദ്രനും ശ്രീ അജിത് ഗോപിനാഥുമാണ്. ഈ 3 ദിവസത്തെ ക്യാമ്പ് എത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് ക്യാമ്പിന്റെ മറ്റൊരു ഡയറക്ടറായ അജിത് ഗോപിനാഥ് പറയുന്നു. ഈ ക്യാമ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളൊരു അഭിനയത്തിലേക്ക് വരാൻ താല്പര്യമുള്ള, ഈ രംഗത്തേക്ക് കടക്കാൻ താല്പര്യമുള്ള ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് ലെസൺസ് ആണ് ഇവർക്കിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആക്ടറിന് എപ്പോഴും വേണ്ടത് ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരവും മനസ്സും ശബ്ദവും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ അവർക്ക് സ്വായത്തമാക്കാം എന്നുള്ളതിനുള്ള ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് എക്സസൈസുകൾ, അതുകൂടാതെ ആക്ടിങ് സ്കില്ലുകൾ കുറേശ്ശെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ വേറെയും, അത് ഇൻഡിവിജ്വലായിട്ടും 2 പേര് ചേർന്നും ഗ്രൂപ്പായിട്ടും ഒക്കെയുള്ള എക്സസൈസുകൾ. ഇതിൽ നമ്മൾ ഡയലോഗിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെയുള്ള എക്സസൈസുകളാണ് കൂടുതലും ചെയ്യിക്കുന്നത്. കാരണം ഡയലോഗിലൂടെ നമുക്കൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ നമ്മൾ അത് അങ്ങനെയല്ല ശ്രമിക്കുന്നത്, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു നടൻ്റെ ബോഡി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സന്ദർഭത്തെ പറഞ്ഞ് ഫലിപ്പിക്കാം എന്നതിനുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ വന്ന ക്യാമ്പ് മെമ്പേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്നാണ്. ഈ ഒരു ക്യാമ്പ് അവർക്ക് ഒരുപാട് പുതിയ അനുഭവങ്ങൾ നൽകിയെന്നാണ് പറയുന്നത്. എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ ഒരു ക്യാമ്പിൽ നിന്ന് അവർക്ക് ലഭിച്ചതെന്ന് അവർ തന്നെ പറയുന്നത്. പണ്ട് അഭിനയത്തെ കണ്ടുപോലെ അല്ല ഇപ്പം കാണുന്നത്. നമുക്ക് കോൺസെൻട്രേഷൻ ആയിരുന്നാലും കുറച്ച് നമുക്ക് ലൂസ് ആവാൻ പറ്റി, ഒരുപാട് നല്ല എക്സസൈസുകൾ കിട്ടി. പ്ലേസും നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത് പ്ലേ ഉണ്ടാക്കുകയും അത് ചെയ്യുന്നതും കൂടെ ആകുന്നത് കൊണ്ട് വളരെയധികം ഒന്ന് ലൂസ് ആവാൻ ഇതിനെപ്പറ്റി കൂടുതൽ നല്ല അറിവ് കിട്ടി. നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയി പെർഫോം ചെയ്യാൻ പറ്റുന്ന അതൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ അതിവിടെ സാധിച്ചു. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഈ 3 ഡേ ക്ലാസ് കൊണ്ട് നമ്മളൊരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ പുറത്ത് പോകുന്നത്, അത് ഉറപ്പാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ തമ്പ് അക്കാഡമിയുടെ ആക്ടിങ് കോഴ്സിൽ വന്നിരിക്കുന്നത്. ഇവിടെ പങ്കെടുത്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഇത് പഴയതിനേക്കാളും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എന്നെ റെക്കമെൻഡ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതിന് ഞാൻ ഇവിടെ വന്ന എല്ലാവരോടും എനിക്ക് താങ്ക്സ്. ഈ 3 ദിവസത്തെ ക്യാമ്പ് പഠിതാക്കളിൽ എത്തരത്തിലൊരു ചേഞ്ച് ആണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ക്യാമ്പിന്റെ ഡയറക്ടേഴ്സ് പറയുന്നു. നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പഠിതാക്കൾ അവർ വിവിധ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ അവർ ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, അഭിനേതാക്കളായി മാറുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിനവരെ പ്രാപ്തരാക്കുക, അതിലുപരി സമൂഹത്തിലൊരു നല്ല മനുഷ്യരാക്കി തീർക്കുക എന്നുള്ളതും കൂടി ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യമാണ്. ഒരു നല്ല അഭിനേതാവ് എന്ന് പറയുമ്പോൾ എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല അഭിനേതാവായി മാറാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു അഭിനേതാവിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രത്യേകതകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആക്ടിങ്ങിൻ്റെ ടെക്നിക്കുകളെക്കുറിച്ചും അതിൻ്റെ പ്രോസസ്സിലേക്കും നമ്മൾ കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി എക്സസൈസുകളും കാര്യങ്ങളും അനുബന്ധമായിട്ടുള്ള ടെക്സ്റ്റിൻ്റെ പ്രസൻറ്റേഷനും ഫേഷ്യൽ എക്സ്പ്രഷൻസും മാനസികമായ വ്യാപാരങ്ങളും ഇതൊക്കെ എങ്ങനെ സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായ ക്ലാസ്സുകളാണ് ഇവിടെ നയിക്കുന്നത്. പ്രധാനമായും സമൂഹത്തിന് ഉതകുന്ന വ്യക്തികളായി തീരുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനോടൊപ്പം ഇന്നത്തെ തലമുറയ്ക്ക് സിനിമ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ ഇതിലൊക്കെ വളരെ താല്പര്യമാണ്. അവരെ അതിലും കൂടി അവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, തിയേറ്റർ ഒരു പെർഫോമൻസിന് അപ്പുറത്തേക്ക് ആ ഒരു ലക്ഷ്യം കൂടി ഈ ക്യാമ്പിനുണ്ട്. ഈ ക്യാമ്പിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഒരു മൂവ്മെൻറ്റ് ആൻഡ് വോയിസ് എന്നുള്ള 2 വിഷയങ്ങളെടുത്തു. അപ്പോൾ അതിനകത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണലായിട്ടുള്ള അവരുടെ ചിന്തകൾക്കകത്ത് വരുന്ന ആന്തരികമായ ചലനങ്ങൾ, പുറത്ത് അവരുടെ എക്സ്റ്റേണലായിട്ട് എങ്ങനെയാണ് മൂവ്മെൻറ്റ്, വോയിസും അങ്ങനെ തന്നെ. അപ്പോൾ ശബ്ദവും ചലനവും എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ ഏകദേശം തിയേറ്ററിൻ്റെ ഒരു
ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് വരികയും ഇവരുടെ കുറേ പേര് ബിഗിനേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താണ് തിയേറ്ററിൻ്റെ സാധ്യത, അരങ്ങിൻ്റെ സ്പേസ് തരുന്ന ഒരു എനർജി എന്താണ്, ആ എനർജി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, തോട്ടും ഈ പറയുന്ന മൂവ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയത്. 2 സ്ട്രീമുകളിൽ ഞങ്ങൾ ചെയ്തു വന്നു. ഒന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം, അവർക്ക് സിനിമയുടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വളരെ മിനിമൽ ആക്ടിങ്ങിൻ്റെ ഒരു സാധ്യത അജിത്ത് അത്തരം കാര്യങ്ങൾ ടെക്സ്റ്റും അതിൻ്റെ സാധ്യതകളും നോക്കി വരികയും ഞാൻ എൻ്റെ ശാരീരികമായിട്ടും എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണൽ പ്രോസസ്സിനെ ഒരു കൊറിയോഗ്രാഫി ബേസ്ഡ് ആയിട്ട് എങ്ങനെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ പൊട്ടൻഷ്യലിനെ, അവരുടെ പേഴ്സണൽ ഫിസിക്കൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് തിയേറ്ററിന് സാധ്യമാക്കുന്നത്, ആ ഏരിയ ഞാനും കൂടെ ചേർന്നിട്ട് ഇത് കളക്റ്റീവായി 3-ാം ദിവസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു സ്മോൾ പെർഫോമൻസസ് ആയിട്ട് കുട്ടി പെർഫോമൻസുകളായിട്ട് രൂപപ്പെട്ട് അവിടെ ഭയങ്കര 3 ദിവസം കൊണ്ട് വന്ന ആളുകൾ ഒരുപാട് മാറി. 1-2 പേരുടെ വളരെ പൊളിഞ്ഞടുങ്ങിയ അവസ്ഥ അവർ തന്നെ മനസ്സിലാക്കി. കാരണം അവരുടെ ജീവിതത്തിൽ ചില ഇടങ്ങളിൽ പെട്ടുപോയതിൻ്റെതായ വ്യക്തിത്വത്തിലുണ്ടായിരുന്ന ചില മുറിവുകൾ കളിക്കാർ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ആ ആക്ടിവിറ്റിയിലൂടെ മാറിയെന്ന് സ്വതന്ത്രമായി ചില അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു. എല്ലാ ഇടത്തും ഇത് സംഭവിക്കുമെങ്കിലും ഈ പുതിയ കാലത്ത് ഇതിനൊരു സാധ്യത യുവാക്കളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഒരു സാധ്യത. ഞാനിവിടെ തമ്പിനെ പറ്റി കേട്ടത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരുന്നു. ആക്ച്വലി എനിക്ക് കുറേ ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു ഇത് ജോയിൻ ചെയ്യാൻ, ബിക്കോസ് ഐ എം മോർ കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ സാറിന് സംസാരിച്ചപ്പോൾ ഈ സൈഡ് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല, കംഫർട്ടബിളായിട്ട് വരാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ബേസിക് റീസൺ ഫോർ കമ്മിങ് വാസ് എൻ്റെ ആങ്സൈറ്റിയും എനിക്ക് കുറച്ച് സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ബോഡി ലൂസനപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പെർഫോമൻസിലെല്ലാം കൈയെല്ലാം വരച്ചു. ദാറ്റ് ആൻഡ് ഓൾ ഹാസ് ബീൻ ഫുള്ളി അത് കംഫർട്ടബിളായി ഞാനിപ്പോൾ. സോ ഫോർ ദാറ്റ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ കെയിം ഫോർ ദിസ് വർക്ക്ഷോപ്പ്. താങ്ക് യു. ഈ ക്യാമ്പിൽ 20 ആളുകൾ പങ്കെടുക്കാൻ ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് നമ്മൾ വിചാരിക്കുന്നു. ആ അംഗങ്ങളിൽ നമ്മൾ കാണുന്ന ആഗ്രഹവും അവരുടെ പൊട്ടൻഷ്യലും എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അവർക്ക് ഈ കലയോടും ദർശനങ്ങളോടും അടുപ്പമുണ്ട്. അവർക്ക് ഇടങ്ങളുണ്ടായിരുന്നില്ല, ഇത് കൂട്ടിച്ചേർക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ വരുന്ന മാസങ്ങളിൽ വളരെ എമിനൻ്റായിട്ടുള്ള തിയേറ്റർ പേഴ്സണാലിറ്റീസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തമ്പ് ശക്തമായി പ്രതിമാസം നാടക പണിമനകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫേസ് 1 എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇവിടെ വന്ന പഠിതാക്കൾ ചിലർ ഒരുപക്ഷെ നാളെ സിനിമയിലോ നാടകത്തിലോ ഒക്കെ മികച്ച നടന്മാരായി മാറിക്കൂടായി. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.